ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്ന് ചീസി ഗാർലിക് പാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വേറെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. രണ്ട് തരത്തിൽ ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതേ കണ്ടോ, ചീസൊക്കെ മെൽറ്റായി നല്ല മൗത്ത് വാട്ടറിങ് ആയിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു അടുപ്പത്ത് പാൻ വെക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ പകരം ബട്ടർ ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു 20-25 വെളുത്തുള്ളി ഇല ഇട്ട് കൊടുത്തിട്ട് ഒരു നന്നായിട്ട് ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് അത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. അത് വരത്തേക്ക് ഞാൻ പാവ് എടുത്തിട്ട് നടുവേ ഞാൻ കീറി എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതാക്കി വെച്ചില്ലാണ്, അപ്പോൾ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്കകത്ത് ബട്ടർ ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇറ്റാലിയൻ സീസണിങ് അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഒരിഗാനോ ഉണ്ടെങ്കിൽ അത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. പിസ്സ സീസണിങ് ആയിട്ട് കൊടുത്തിട്ട് അതെല്ലാം മിക്സാണ് വരുന്നത്. പിന്നെ പെരി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് ചെറുതായി കീറി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില ഞാൻ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കണം കേട്ടോ. ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നു കഴിയുമ്പം പിന്നെ അതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ സ്പ്രെഡ് റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അത് നമുക്കാണെങ്കിൽ പാവിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ എല്ലാം തേച്ച് കൊടുക്കാം കേട്ടോ. താഴത്തെ ഭാഗത്ത് വേണേ തേച്ച് കൊടുക്കാനായിട്ട്. പകുതി ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഡിഫറെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതാണെങ്കിൽ ഞാൻ ചീസ് ഞാൻ ഇട്ട് കൊടുക്കും. ഇതാണെങ്കിൽ നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മേടിക്കത്തില്ല, ആ ചീസാണ് കേട്ടോ. ഇത് മിക്സാണ് വരുന്നത്. ചെഡാർ ചീസും മോസറല്ല ചീസും രണ്ടും കൂടെ മിക്സായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നിറച്ച് ചീസ് ഇട്ട് കൊടുക്കണേ, എന്നാൽ നന്നായിട്ട് മെൽറ്റായിട്ട് ഇങ്ങനെ വരത്തേ ഉള്ളൂ. അതിൻ്റെ മേളിൽ കുറച്ച് പെരി മസാലയും പിന്നെ പിസ്സ സീസണിങ്ങും നമുക്ക് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബട്ടർ റെഡിയാക്കി വെച്ചേക്കാം, ഗാർലിക് ബട്ടർ റെഡിയാക്കി വെച്ചേക്കുന്നത്. ആ ബട്ടർ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്നാണെങ്കിൽ ഓവനിലാണേ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഓവനോ OTG ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പാനിലാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ എടുക്കും, അതിനകത്ത് കുറച്ച് ബട്ടറും തേച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ച് നമുക്കാണെങ്കിൽ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചീസ് മെൽറ്റായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് പാകത്തിന് അത് മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാവട്ടെ, ആ നേരം കൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗാർലിക് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഗാർലിക് ബട്ടർ റെഡിയാക്കി വെച്ച് അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളാണെങ്കിൽ അത് പിസ്സ പാസ്ത സോസ് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ക്രീം ചീസ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ മേളിൽ കൂടെ നമ്മുടെ ചീസ് നിറച്ച് ഫുള്ളായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പെരി മസാലയും പിന്നെ പിസ്സ സീസണിങ്ങും നമുക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേളിൽ കൂടെ. എന്നിട്ട് ഇതും നമുക്ക് വേണം ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 15 മിനിറ്റത്തേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രണ്ടും പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറന്നുപോലെ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്ന അത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പുതിയ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പാവ് നമ്മുടെ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ഞാൻ ഇതുപോലെ ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കണ്ട് നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ ചീസ് നന്നായിട്ട് മെൽറ്റായി നമ്മൾ നല്ല അടിപൊളി മൗത്ത് വാട്ടറിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.